2023 SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മിടുക്കന്മാരെയും മിടുക്കുകളെയും അനുമോദിക്കാൻ പാലാ ബ്രില്യന്റും മലയാള മനോരമയും ഒന്നിക്കുന്നു. മെയ് 3 നടന്ന ഇടുക്കി ജില്ലയിലെ പരിപാടിയിൽ 1000-ൽ-അധികം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് പങ്കെടുത്തത്. കേരള വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററും ഇടുക്കിയുടെ പ്രിയ നേതാവുമായ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോസ് IAS, ഇടുക്കി ജില്ലാ സബ് കളക്ടർ അരുൺ S. നായർ IAS, ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 2010 മെഡിക്കൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥി. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കി. അതിനുശേഷം അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 55 കരസ്ഥമാക്കി മിന്നുന്ന നേട്ടം കൈവരിച്ചു. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ജോർജ് തോമസ്, പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ജനറൽ മാനേജർ ശിവകുമാർ, മലയാളികൾക്ക് വാർത്താ സംസ്കാരത്തിന് ചുക്കാൻ പിടിക്കുന്ന മലയാള മനോരമയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കുര്യൻ മാത്യൂസ് തുടങ്ങിയവർ അണിനിരന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങ് നിങ്ങളിലേക്ക്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. മലയാള മനോരമയും അതോടൊപ്പം ബ്രില്യൻറ്റും ഇന്നത്തെ യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ചടങ്ങിവിടെ സംഘടിപ്പിച്ചപ്പോൾ അത് വലിയൊരു കാഴ്ചപ്പാടിൻ്റെയും കൂടി യാഥാർത്ഥ്യമാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് എക്കാലവും തിളങ്ങി ശോഭിക്കുന്ന മലയാള മനോരമയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി നിലകൊള്ളാൻ നൂറ്റാണ്ട് കാലത്തിലേറെ അവസരം ലഭിച്ച ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്ററും കട്ടപ്പനയിലെത്തി ജില്ലയിലെ കുട്ടികളെ ആദരിക്കുന്നു. അവരോട് നന്ദി രേഖപ്പെടുത്തുവാനുള്ള ചുമതല കൂടി ഈ ജില്ലയിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് അവരെയും അഭിനന്ദിക്കാൻ അവസരം വിനിയോഗിക്കുക. പത്താം ക്ലാസ് കഴിഞ്ഞ് അതിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച്, നിങ്ങൾക്കറിയാം എത്ര പഠിച്ചാലാണ് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല കുട്ടികളുടെ ഗ്രൂപ്പിലോട്ട് കടന്നു വന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് മാറേണ്ടവരായിട്ട് വന്നിരിക്കുന്ന ഈ കുട്ടികളെ ആദരിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുകയായിരുന്നു. 40 വർഷമായി ഞങ്ങൾ ഈ രംഗത്ത്. ഒരു കുട്ടിയുടെ മുഖം കണ്ടാൽ, ഒരു കുട്ടിയുടെ കണ്ണുകൾ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും പഠിക്കുന്ന ആളാണോ, പഠിക്കാൻ ആഗ്രഹമുള്ള ആളാണോ, നേടുന്ന ആളാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എനിക്ക് ഇരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇവിടെയുള്ള കുട്ടികളെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെയേറെ ആകാംക്ഷയോടും ആഗ്രഹത്തോടും വന്നിരിക്കുന്ന കുട്ടികളെ കണ്ടാൽ അറിയാം ഇവർ പലരും ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരേണ്ടവർ തന്നെയാണ്. അവർ എത്തും. ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളാണ്. ഇവിടെ ഇരിക്കുന്ന A+ കിട്ടിയ എല്ലാവരും അല്ലെങ്കിൽ A+ കിട്ടാത്ത മറ്റു കുട്ടികളും കഴിവില്ലാത്തവരാണ് എന്നതിന് അർത്ഥമില്ല.
എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ ആ കഴിവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ആ കഴിവ് നിങ്ങൾ എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ, പാഠ്യേതര കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്, നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതിലാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ്, ഒരു നല്ല തിരഞ്ഞെടുക്കൽ, അതിലാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം എന്തിനാണ് കിട്ടുന്നത്? ജ്ഞാനമുണ്ടാവാൻ. ആ ജ്ഞാനം വിജ്ഞാനമായി മാറണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് തിരിച്ചറിവായി മാറണം. നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാനുള്ളൊരു കഴിവായി മാറണം. നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എനിക്ക്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്കും 10ാം ക്ലാസ്സിലും +2-നും ഇതുപോലെ മനോരമയുടെ ഒരു ചടങ്ങിന് കൊല്ലത്ത് വെച്ച് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2010-ലായിരുന്നു +2, 2008 SSLCയും. അപ്പോൾ അവിടെ കൊല്ലം ബിഷപ്പ് ജെറോം നഗറിൽ നടന്ന പരിപാടിയിലാണ് എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ അതേ അവസ്ഥയിൽ തിരിച്ചൊരു ഗസ്റ്റായിട്ട് അതേ ചടങ്ങിലേക്ക് വരാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷമായിട്ട് ഞാൻ കാണുകയാണ്. രണ്ടാമത്തെ നൊസ്റ്റാൾജിക് ഫീലിംഗ് തുടങ്ങാൻ കാരണം സാറ് സൂചിപ്പിച്ച പോലെ ബ്രില്യൻറ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു ഞാൻ. 2011 മെഡിക്കൽ എൻട്രൻസ് ബാച്ചിന് അവിടെ ജോയിൻ ചെയ്ത ആളാണ്. അവിടുത്തെ ഒരു സഹായം കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ നടത്തിയ ചിട്ടയായ പഠനത്തിൻ്റെ ഒരു സഹായം കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാനും തുടർന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീരാനും സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ കൊണ്ട് എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. നിങ്ങളിവിടെ ഇരിക്കുന്നത് A+ നേടിയവരായതുകൊണ്ട് നിങ്ങളോട് ചെറിയൊരു ഉപദേശം, വിജയങ്ങളിൽ മതിമറക്കരുത് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇത് നിങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടി, അതുകൊണ്ട് ഇനി എനിക്കൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല, ഞാൻ എല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിലൊരു ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനായിട്ട് പാടില്ല. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ലോകമാണ്. നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നിങ്ങളുടെ മുന്നേ കടന്നുപോയ ആൾക്കാരുമായിട്ടും നിങ്ങളുടെ പിന്നിൽ വരുന്ന തലമുറയായിട്ടും ഒക്കെ മത്സരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏത് മേഖല എടുത്താലും, അതിപ്പോൾ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ IAS ആകാൻ മാത്രമല്ല, നല്ലൊരു സിനിമാ താരമാകണമെങ്കിൽ, നല്ലൊരു എഴുത്തുകാരനോ ആകണമെങ്കിൽ, നല്ലൊരു പത്രപ്രവർത്തകനാകണമെങ്കിൽ ഒക്കെ ഹൈലി കോമ്പറ്റീഷൻ ഉള്ള ഒരു ലോകത്തേക്കാണ് നിങ്ങളിനി കാല് വയ്ക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ, നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.